ഹായ് ഗായ്സ്. ഇവിടെ മോസ്കോയിലെത്തിയതിനു ശേഷം ഫസ്റ്റ് ടൈം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. വലിയ ഐഡിയ ഒന്നുമില്ല. അമ്മ പറഞ്ഞു തന്ന റെസിപ്പി ഓർമ്മയുണ്ട്. അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം. കാരണം ആവശ്യമായ സാധനങ്ങളില്ല. അതായത് റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള റൈസൊന്നുമില്ല. അപ്പോൾ അതൊന്ന് പോയി വാങ്ങിക്കണം. തൊട്ടടുത്താണ്. അപ്പോൾ എങ്ങനെ? ഓക്കെ, ലെറ്റ്സ് ഗോ. റൈസിൻ്റെ സെക്ഷനിലേക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇന്ത്യൻ റൈസ് കിട്ടുമോ എന്നുള്ളത്. ഇവിടെ ബസ്മതി റൈസ് കിട്ടുന്ന വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഫൈനലി ഒരു ഇന്ത്യൻ റൈസ് കിട്ടിയിട്ടുണ്ട്. സംഭവം ഇതാണ്, വളരെ റെയറായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഇന്ത്യൻ ബസ്മതി റൈസ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് റൈസ് എന്തായാലും സെറ്റായി. ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഗാർലിക്, ജിഞ്ചർ ഇതെല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ ഇനി എടുക്കേണ്ടത് ടൊമാറ്റോ ഉണ്ട്. ശരിക്കും ടൊമാറ്റോ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല. ഇവിടെ എന്തായാലും ക്ലീൻ ചെയ്ത് നല്ല സെറ്റായിട്ടാണ് ടൊമാറ്റോ കിട്ടുക. മല്ലിയിലയും കിട്ടി. മല്ലിയിലേക്കൊന്നും വലിയ വിലയില്ല ഇവിടെ. നല്ല കുറച്ചുകൂടെ നല്ല സെറ്റ് സാധനമുണ്ട്. ഇത് എന്തോ മിക്സ് സാധനമാണ്. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഇതായിരുന്നു. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സവാള നോക്കണം. സവാള ഇവിടെ ലൂസായിട്ട് കിട്ടുന്നുണ്ട്. സംഭവം വലിയ റേറ്റ് ഒന്നും ഇല്ല. പക്ഷേ കവർ എടുക്കണം. കവർ എടുത്താലേ സാധനം സെറ്റാവും. സവാള പിന്നെ ആവശ്യത്തിലധികം എടുത്താലും ഒരു പ്രശ്നമല്ല. പക്ഷെ നല്ലത് നോക്കിയെടുക്കണം, അതാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ സവാളയും സെറ്റായി. സവാളയ്ക്ക് 39 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണിയുടെ മെയിൻ സാധനം ചിക്കൻ. അത് ഇവിടെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് സംഭവം. നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയെടുക്കേണ്ടി വരും. ഞാനിപ്പം ഫുൾ ചിക്കൻ തന്നെ എടുത്തു. ഇതാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പ്രോഫിറ്റ് വൈസ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. നാട്ടിലെ തൈര് അതും എടുത്തിട്ടുണ്ട് ഒരെണ്ണം. അപ്പം നമ്മൾ തന്നെത്താൻ ഇത് ഓരോന്നെടുത്ത് സ്കാൻ ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുക. അതേപോലെ നമുക്ക് തന്നെ വെയ് ചെയ്യാവുന്നേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതൊക്കെ മാറ്റിക്കോണം. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു. ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് വീട്ടിലോട്ട് വന്ന് ചെല്ലുക, സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റുക, ഡ്രസ് ചെയ്യുകയും ചെയ്യുക, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കുറച്ച് നേരം കൊണ്ട് ചിക്കനെല്ലാം കട്ട് ചെയ്തു. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും ഇത്.
പിന്നെ സവാള ഒരു 5 പീസ് എടുത്തു, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക്, മല്ലിയില, അതേപോലെ ബേ ലീഫ്, ക്ലോവ്, ലൈം ജ്യൂസ്, ഇതെല്ലാം സെറ്റാക്കി. പിന്നെ കർഡ്, ഇതാണ്. അതേപോലെ തന്നെ റൈസും സോക്ക് ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്ത് ഒന്ന് റെഡിയാവണം. പിന്നെ അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ പകുതി സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള പ്രോസസ്സാണ്. സവാള ഞാൻ കുറച്ച് പകുതി എടുത്തില്ല, കാൽ ഭാഗം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ ശരിക്കും ഒരു കുറച്ചേ ഇടുന്നുള്ളൂ, എല്ലാം കുറച്ച്, കാരണം അധികം ആവശ്യമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ബിരിയാണി അധികം ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിസ് ചെയ്യുന്ന ഒരു സാധനമായി മാറി ബിരിയാണി. എന്നാലും കടകളിൽ എനിക്ക് അത്രയും ഇഷ്ടമല്ല, കാരണം മിക്ക കടകളിലും എസൻസ് കൂടുതൽ വാരി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ എസൻസ് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഇവിടെ നല്ല ബിരിയാണി കിട്ടും കേട്ടോ കടകളിൽ, അത് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം വേണ്ട പൊടികളൊക്കെ ഞാൻ ആഡ് ചെയ്തു. അതേപോലെ ഇപ്പം തന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചിക്കൻ്റെ ഫുൾ സൈഡിൽ ആകേണ്ടത്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. കുഴപ്പമില്ല, എന്നാലും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ടൈം ഫ്രൈ ഒക്കെ ഓക്കെയാണ്. എനിക്കൊന്ന് കുറച്ച് ഗ്രാമ്പൊക്കെ കൂടി പോയിരുന്നു, ആ ഫ്ലേവർ കുറച്ച് എടുത്ത് നിൽക്കും. ബാക്കി ഓക്കെ, കുഴപ്പമില്ല.